വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഐ ആം സ്റ്റെഫി ജിബിൻ. യങ്സ്റ്റേഴ്സിനും സീനിയർ സിറ്റിസൺസിനും ഒരേപോലെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന അല്ലെങ്കിൽ ഒരേപോലെ തന്നെ കംപ്ലീറ്റ് കവറേജ് കൊടുക്കുന്ന സ്റ്റാർ ഹെൽത്തിന്റെ ഒരു പ്ലാന്റെ ഡീറ്റെയിൽസ് ആണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഈ പ്ലാന്റെ പേര് സ്റ്റാർ വുമൺ കെയർ ഇൻഷുറൻസ് പോളിസി. ഇപ്പൊ വുമൺ കെയർ എന്ന പേര് കേട്ടിട്ട് ഇപ്പൊ വുമൻസിന് മാത്രമേ ഇത് എടുക്കാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ മെയിൽ പേഴ്സൺ ഈ ഒരു പോളിസി എടുക്കാൻ പറ്റില്ല എന്നൊന്നും ഇല്ല. അവർക്കും കംപ്ലീറ്റ് കവറേജ് ഈ ഒരു പ്ലാനിൽ വരുന്നുണ്ട്. ആദ്യം തന്നെ വുമൺ കെയർ പോളിസിയുടെ സ്പെഷ്യൽ ഫീച്ചേഴ്സ് പറയാം. ഏറ്റവും കുറഞ്ഞ വെയിറ്റിംഗ് പീരീഡിൽ മെറ്റേണിറ്റി കവറേജ് കിട്ടുന്ന പോളിസിയാണിത്. അത് മാത്രമല്ല, നോർമലി എല്ലാ പോളിസിയിലും ഹസ്ബൻഡും വൈഫും ഉണ്ടെങ്കിൽ മാത്രമേ മെറ്റേണിറ്റി കവറേജ് കിട്ടത്തുള്ളൂ. പക്ഷെ ഈ ഒരു പോളിസിയിൽ സിംഗിൾ വുമൺ എടുത്തു കഴിഞ്ഞാൽ പോലും ഈ ഒരു മെറ്റേണിറ്റി കവറേജ് ഇതിൽ കവർ ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, ന്യൂ ബോൺ ബേബി കവറേജും കിട്ടുന്നുണ്ട്. അത് മാത്രമല്ല, ഇനി ഓൾറെഡി പ്രഗ്നന്റ് ആയതിനു ശേഷമാണ് നിങ്ങൾ ഈ ഒരു വുമൺ കെയർ ഇൻഷുറൻസ് എടുക്കുന്നതെങ്കിലും ന്യൂ ബോൺ ബേബി കവറേജ് കിട്ടുന്നതായിരിക്കും. നെക്സ്റ്റ് വരുന്ന 75 വയസ്സ് വരെ ഈ ഒരു പോളിസി എടുക്കാനായിട്ട് സാധിക്കും. സീനിയർ സിറ്റിസൺസിന് എല്ലാ പോളിസിയിലും 61 വയസ്സിന് ശേഷം ആദ്യമായിട്ട് ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ കോ പേയ്മെന്റ് വരും. എന്നാൽ ഈ ഒരു പോളിസിയിൽ കോ പേയ്മെന്റ് ഇല്ല എന്നതും ഈ ഒരു പോളിസിയുടെ പ്രത്യേകതയാണ്. അപ്പോ 75 വയസ്സിലുള്ള ഏജിൽ ആരെടുത്തു കഴിഞ്ഞാലും ഈ ഒരു പോളിസിയുടെ 100% ക്ലെയിം തന്നെ കിട്ടുന്നതായിരിക്കും. പിന്നെ വരുന്നൊരു ഫീച്ചർ, ഇതിനകത്ത് ലംസം കവറേജ് ക്യാൻസറിന് കിട്ടുന്നുണ്ട്. അപ്പൊ അതും ഇതിനകത്തൊരു വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. അപ്പൊ നമുക്ക് ഇതിന്റെ കൂടുതൽ കംപ്ലീറ്റ് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. അപ്പോ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുൾ ആയിട്ട് വാച്ച് ചെയ്യുക. എല്ലാവർക്കും ഒരേപോലെ ഉപയോഗപ്പെടുന്ന ഒരു പോളിസിയാണ്. അപ്പോ ഫുൾ ആയിട്ടൊന്ന് വാച്ച് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വുമൺ കെയർ പ്ലാന്റെ ബേസിക് ഫീച്ചേഴ്സ് നോക്കാം. 75 വയസ്സുള്ളവർക്ക് ഈ ഒരു പോളിസി എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇൻഡിവിജ്വൽ ആയിട്ടും ഫാമിലി ആയിട്ടും എടുക്കാം. ഇൻഡിവിജ്വൽ ആണെങ്കിൽ ഫീമെയിൽ പേഴ്സണ് മാത്രമേ എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇത് ഫാമിലി ആയിട്ടാണെന്നുണ്ടെങ്കിൽ ഹസ്ബൻഡ്, വൈഫ്, 25 വയസ്സ് വരെ ഉള്ള 3 കുട്ടികൾ, ഇത്രയും പേർക്കും ഈ ഒരു ഇൻഷുറൻസ് എടുക്കാനായിട്ട് സാധിക്കും. 25 വയസ്സ് കഴിഞ്ഞാൽ സീനിയോറിറ്റിയുടെ തന്നെ മറ്റൊരു പ്ലാനിലേക്ക് മാറാനായിട്ട് സാധിക്കും. ഈ ഒരു പോളിസിയുടെ സം അഷ്യൂർഡ് വരുന്നത് 5 ലക്ഷം തൊട്ട് 1 കോടിയാണ്. 5 ലക്ഷം, 10 ലക്ഷം, 15, 20, 25, 50, 1 crore ഇങ്ങനെയാണ് വരുന്നത്. ഈ ഒരു പോളിസി നിങ്ങൾക്ക് ക്വാർട്ടർലി, ഹാഫ് ഇയർലി ഒക്കെ പ്രീമിയം അടയ്ക്കാവുന്ന ഓപ്ഷൻ ഉള്ളതാണ്. ഈ ഒരു പോളിസിയിൽ ആണ് ഏറ്റവും കൂടുതൽ ലോങ് ടേം ഡിസ്കൗണ്ട് വരുന്നത്. 2 വർഷത്തേക്ക് ഫുൾ പ്രീമിയം ഒന്നിച്ചടയ്ക്കുവാണെങ്കിൽ സെക്കൻഡ് ഇയർ 10% ഡിസ്കൗണ്ട് കിട്ടും. 3 വർഷത്തേക്ക് ഒന്നിച്ച് പ്രീമിയം അടയ്ക്കുകയാണെങ്കിൽ സെക്കൻഡ് ഇയർ 10%, തേർഡ് ഇയർ 11.25% ഡിസ്കൗണ്ട് കിട്ടുന്നതായിരിക്കും. ഈ ഒരു പോളിസി എടുക്കാനായിട്ട് പ്രീ മെഡിക്കൽ സ്ക്രീനിങ് ഒന്നുമില്ല. പക്ഷെ നിങ്ങൾക്ക് നിലവിൽ എന്തെങ്കിലും അസുഖം അല്ലെങ്കിൽ മുന്നേ എന്തെങ്കിലും സർജറി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ മെഡിക്കൽ ഹിസ്റ്ററി എല്ലാം കാണിച്ചിട്ട് വേണം ഈ ഒരു പോളിസി എടുക്കാനായിട്ട്. അതുപോലെ ഈ ഒരു പോളിസിയിലെ എല്ലാ ഡേ കെയർ പ്രൊസീജിയേഴ്സും കവേർഡ് ആണ്. സ്റ്റാർ വുമൺ കെയർ പോളിസിയിലെ എന്തൊക്കെ കവറേജ് കിട്ടും നോക്കാം. ഫസ്റ്റ് വൺ വരുന്നത് റൂം റെന്റ്. ഇതിൽ 5 lakhs ആണ് സമ്മിഷേർഡ് എങ്കിൽ 5,000 പെർ ഡേ ആണ് കവറേജ് കിട്ടുന്നത്. 10 lakhs ആണ് എബോ സമ്മിഷേർഡിന് എനി റൂം ഫെസിലിറ്റി അവൈലബിൾ ആണ്. ഇതില് അനസ്തേഷ്യ, പിന്നെ ബ്ലഡ്, ഓക്സിജൻ, ദെൻ സർജൻ ഫീസ്, ഡോക്ടർ ഫീസ്, അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഈ ഒരു പോളിസിയിൽ കവർ ചെയ്ത് വരുന്നുണ്ട്. എല്ലാ ഫീസും ഇൻക്ലൂഡഡ് ആണ്. ദെൻ ഇതിലെ പ്രീ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ് കവർ ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ അഡ്മിറ്റ് ആകുന്നതിന് മുന്നേ ഉള്ള 2 മാസത്തെയും ഡിസ്ചാർജ് ആയതിനു ശേഷം വരുന്ന 3 മാസത്തെ എക്സ്പെൻസും പോളിസിയിൽ തന്നെ കവർ ചെയ്ത് കിട്ടുന്നുണ്ട്. നെക്സ്റ്റ് വരുന്ന ആംബുലൻസ് ചാർജ്. റോഡ് ആംബുലൻസിന് നമുക്ക് കംപ്ലീറ്റ് കവറേജ് വരുന്നുണ്ട്. ഇനിയത്തെ എയർ ആംബുലൻസ് ഫെസിലിറ്റിയും വരുന്നുണ്ട്. 10 lakhs ആണ് എബോ സമ്മിഷേർഡിനാണ് ആ ഒരു കവറേജ് കിട്ടുന്നത്. അതിന്റെ 10% വരെയുള്ള കവറേജ് ആയിരിക്കും കിട്ടുന്നത്. നെക്സ്റ്റ് ഓർഗൻ ഡോണർ എക്സ്പെൻസ്. ഇതില് നമുക്ക് ഓർഗൻ ഡോണർ എക്സ്പെൻസ് നമ്മുടെ സമ്മിഷേർഡ് എത്രയാണോ അതുവരെയുള്ള കംപ്ലീറ്റ് കവറേജും ഈ ഒരു പോളിസിയിൽ ലഭിക്കുന്നുണ്ട്. നെക്സ്റ്റ് ആയുഷ് ട്രീറ്റ്മെന്റ്. ആയുഷിൽ വരുന്നത് ആയുർവേദം, ഹോമിയോ, യുനാനി, സിദ്ധ ഇങ്ങനെയുള്ള കവറേജിനും നമ്മൾ എത്രയാണോ നമ്മുടെ സമ്മിഷേർഡ് അതുവരെയുള്ള കംപ്ലീറ്റ് കവറേജും ഈ ഒരു പോളിസിയിൽ ലഭിക്കുന്നുണ്ട്. നെക്സ്റ്റ് വൺ ക്യുമുലേറ്റീവ് ബോണസ് അല്ലെങ്കിൽ നോ ക്ലെയിം ബോണസ്. നമ്മൾ ക്ലെയിം ഇല്ലാത്ത വർഷങ്ങളിൽ, നമ്മൾ ക്ലെയിം ഒന്നും എടുത്തിട്ടില്ലാത്ത വർഷങ്ങളിൽ നമുക്ക് കവറേജ് കൂടുതൽ കിട്ടുന്നതായിരിക്കും. അത് 20% വെച്ചിട്ടായിരിക്കും കിട്ടുന്നത്. അതായത് ഈ വർഷം ക്ലെയിം ഒന്നും ഇല്ലെങ്കിൽ നെക്സ്റ്റ് ഇയർ 20% കവറേജ് കൂടുതൽ കിട്ടും. അങ്ങനെ നമ്മൾ എത്രയാണോ സമ്മിഷേർഡ് എടുത്തിരിക്കുന്നത് അത് അതിന്റെ 100%. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു 10 lakhs ഇൻഷുറൻസ് എടുത്തവർക്ക് 20 lakhs വരെ നോ ക്ലെയിം ബോണസ് ആഡ് ആയിട്ട് 20 lakhs കവറേജ് വരെ കിട്ടുന്നതായിരിക്കും.
നെക്സ്റ്റ്, ഈ പോളിസിയിൽ ഓട്ടോമാറ്റിക് റീസ്റ്റോറേഷൻ അവൈലബിൾ ആണ്. അതായത് നമ്മൾ എത്രയാണോ സം ഇഷ്യൂർഡ് എടുത്തിരിക്കുന്നത് ആ ഒരു സം ഇഷ്യൂർഡ് കംപ്ലീറ്റ് ആയിട്ടോ അല്ലെങ്കിൽ പാർഷ്യൽ ആയിട്ടോ തീർന്നു കഴിഞ്ഞാൽ ഒരു 100% കൂടെ അത് റീസ്റ്റോർ ആവും. എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മളൊരു 10 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് എടുത്തു. ആ 10 ലക്ഷം രൂപ കംപ്ലീറ്റ് ആയിട്ടോ അല്ലെങ്കിൽ പാർഷ്യൽ ആയിട്ടോ നമുക്ക് ക്ലെയിം ചെയ്ത് തീർന്നു പോയി. ദെൻ ആ സെയിം ഇയറിൽ തന്നെ അടുത്തൊരു ഹോസ്പിറ്റലൈസേഷന് പോകുമ്പോൾ വീണ്ടും ഒരു 10 ലക്ഷം രൂപ കവറേജ് കൂടെ ലഭിക്കുന്നതായിരിക്കും. നെക്സ്റ്റ് വരുന്നത് അസിസ്റ്റഡ് റിപ്രൊഡക്ഷൻ ട്രീറ്റ്മെന്റ്, അതായത് IVF പോലുള്ള ട്രീറ്റ്മെന്റിന് ഈ ഒരു പോളിസിയിൽ കവറേജ് ലഭിക്കുന്നുണ്ട്. പോളിസി എടുത്ത് 3 വർഷത്തിന് ശേഷമായിരിക്കും ഈ ഒരു കവറേജ് ലഭിക്കുന്നത്. ഒരു വർഷത്തിൽ ഒരു തവണ മാത്രമേ ട്രീറ്റ്മെന്റ് എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇതിലെ ഇൻപേഷ്യന്റ് തന്നെ ആവണമെന്ന് നിർബന്ധമില്ല. ഔട്ട് പേഷ്യന്റ് ആണെങ്കിലും ഒരു കവറേജ് ലഭിക്കുന്നതായിരിക്കും. ഇതിന് എത്ര ആൻഡ് ലിമിറ്റ് ആണ് ഞാൻ ഈ സൈഡിലൂടെ കാണിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് ഇൻ യൂട്രോ ഫീറ്റൽ സർജറി, അതായത് ഗർഭസ്ഥ ശിശുവിനുള്ള സർജറി. അതായത് ഇപ്പൊ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് തന്നെ അമ്മയുടെ വയറ്റിൽ വെച്ച് തന്നെ കുഞ്ഞിന് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവുകയാണെങ്കിൽ വയറ്റിൽ വെച്ച് തന്നെ സർജറി ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അപ്പൊ അതില് എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ആണ് കവർ ചെയ്യുന്നുള്ള ലിസ്റ്റ് ഞാൻ കാണിക്കാം. നെക്സ്റ്റ് വൺ വരുന്നത് മിസ്കാരേജ് ഡ്യൂ ടു ആക്സിഡന്റ്. ആക്സിഡന്റ് വഴി ഒരു മിസ്കാരേജ് സംഭവിക്കുകയാണെങ്കിൽ അതിന് സപ്ലിമെന്റ് വെച്ച് ഈ ഒരു പോളിസിയിൽ കവർ ചെയ്യുന്നുണ്ട്. ഇത് ലൈഫ് ടൈമിൽ ഒരിക്കലും മാത്രമേ ഈ ഒരു കവറേജ് ലഭിക്കുകയുള്ളൂ. അപ്പൊ അതിന്റെ ലിമിറ്റ് ഞാൻ ഇവിടെ കാണിക്കാം. നെക്സ്റ്റ് വരുന്നത് ഡെലിവറി എക്സ്പെൻസ് ആണ്. വെറും ഒരു വർഷത്തെ വെയിറ്റിംഗ് പീരീഡിൽ നമുക്ക് ഡെലിവറി കവറേജ് കിട്ടുന്ന ഒരു പോളിസിയാണിത്. ഇതില് 5 ലക്ഷം 10 ലക്ഷത്തിന്റെയും പ്ലാൻ എടുക്കുവാണെങ്കിൽ അതിൽ 2 വർഷമായിരിക്കും വെയിറ്റിംഗ് പീരീഡ് വരുന്നത്. 15 ലക്ഷം ആൻഡ് എബോവ് സം ഇഷ്യൂർഡ് എടുക്കുമ്പോഴായിരിക്കും വെറും ഒരു വർഷത്തെ വെയിറ്റിംഗ് പീരീഡിൽ ഈ ഒരു കവറേജ് കിട്ടും. ഫീമെയിൽ പേഴ്സൺ മാത്രം എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഡെലിവറി കവറേജ് കിട്ടുന്നതാണ്. നെക്സ്റ്റ് വരുന്ന ന്യൂ ബോൺ ബേബി കവറേജ് ആണ്. ഈ പോളിസിയിൽ നിങ്ങൾ എത്രയാണോ സം ഇഷ്യൂർഡ് എടുത്തിരിക്കുന്നത് അതിന്റെ 25% ആണ് കുഞ്ഞിന് കവറേജ് കിട്ടുന്നത്. ഇപ്പൊ ഡെലിവറി കഴിഞ്ഞിട്ട് ഇപ്പൊ വരുന്ന ന്യൂ ബോൺ ബേബി ആണെങ്കിൽ അങ്ങനെ കുഞ്ഞിന് കവറേജ് കിട്ടും. പ്രഗ്നന്റ് ആയിരിക്കുമ്പോഴും ഈ ഒരു പോളിസി എടുത്തു കഴിഞ്ഞാൽ കവറേജ് കിട്ടുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതായത് നിങ്ങളുടെ അനോമലി സ്കാൻ, അതായത് 5th മന്തിന്റെ സ്കാനിങ്ങും 3rd മന്തിന്റെ സ്കാനിങ് റിപ്പോർട്ടും കമ്പനിയിൽ സബ്മിറ്റ് ചെയ്യുക. ഡോക്ടേഴ്സ് അതിൽ അപ്രൂവൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുഞ്ഞിന് ന്യൂ ബോൺ ബേബി കവറേജ് കിട്ടുന്നതായിരിക്കും. അതായത് കുഞ്ഞ് ജനിക്കുന്ന ടൈം, അതായത് ഡേ 1 തൊട്ടുള്ള കവറേജ് കുഞ്ഞിന് കിട്ടുന്നതായിരിക്കും. അതിൽ എന്ത് ട്രീറ്റ്മെന്റ് ആണെങ്കിലും കുഞ്ഞിന് കവർ ചെയ്യും. അപ്പൊ ഒരുപാട് പേർക്കുള്ള സംശയമാണ് എന്തൊക്കെയായിരിക്കും കവർ ചെയ്യുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ NICUയിൽ അഡ്മിറ്റ് ആവുന്നത്, ഇനി മഞ്ഞപ്പൊക്കെ കാരണം ഫോട്ടോതെറാപ്പിക്ക് വെക്കുവാണെങ്കിൽ അത് കവർ ചെയ്യുന്നതായിരിക്കും. ഇൻ കേസ് കുഞ്ഞ് കുറച്ച് ദിവസം നേരത്തെ ജനിക്കുവാണെങ്കിൽ ഇൻക്യുബേറ്ററിൽ വെക്കും. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കുഞ്ഞിന് കവറേജ് കിട്ടുന്നതായിരിക്കും. കുഞ്ഞിന് ഈ ഒരു കവറേജ് കിട്ടുന്നത് നെക്സ്റ്റ് റിന്യൂവൽ വരെ ആയിരിക്കും. ഒരു കുഞ്ഞിന് ഫ്രീ കവറേജ് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ 25% വരെയുള്ള കവറേജ് ആയിരിക്കും കിട്ടുന്നത്. ദെൻ അടുത്ത റിന്യൂവൽ വരുന്ന ടൈമിൽ നിങ്ങൾ കുഞ്ഞിനെ പോളിസിയിൽ ആഡ് ആക്കി കുഞ്ഞിനുള്ള പ്രീമിയം കൂടെ അടച്ച് കുഞ്ഞിനെ ആഡ് ആക്കുമ്പോഴേക്കും നിങ്ങൾ എത്രയാണോ സം ഇഷ്യൂർഡ് എടുത്തിരിക്കുന്നത് അതുവരെയുള്ള കംപ്ലീറ്റ് കവറേജ് കുഞ്ഞിന് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ നേരത്തെയുള്ള സീനിയോറിറ്റി കുട്ടിക്ക് ഉണ്ടായിരിക്കും. നെക്സ്റ്റ് വരുന്നത് കുഞ്ഞിനുള്ള വാക്സിനേഷൻ എക്സ്പെൻസ്. ഇത് കുഞ്ഞിന് 12 മാസം ആവുന്നത് വരെ ആയിരിക്കും ഈ ഒരു വാക്സിനേഷൻ എക്സ്പെൻസ് കിട്ടുന്നത്. അതിന്റെ ലിമിറ്റ് ഞാൻ കാണിക്കാം. നെക്സ്റ്റ് വരുന്നത് മെറ്റബോളിക് സ്ക്രീനിങ്. ഇതിന് 3500 രൂപ വരെയാണ് ലിമിറ്റ് വരുന്നത്. അടുത്തത് പീഡിയാട്രിക് കൺസൾട്ടേഷൻ. ഇത് 12 വയസ്സുള്ള കുട്ടികൾക്കായിരിക്കും ഈ ഒരു പീഡിയാട്രിക് കൺസൾട്ടേഷൻ കവറേജ് കിട്ടുന്നത്. ഒരു കൺസൾട്ടേഷന് 500 രൂപ വെച്ചിട്ടാണ് വരുന്നത്. 4 കൺസൾട്ടേഷൻ ആണ് ഒരു വർഷത്തിൽ കിട്ടുന്നത്. നെക്സ്റ്റ് വരുന്നത് ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷൻ എക്സ്പെൻസ് ആണ്. ഇത് ഫീമെയിൽ പേഴ്സണ് മാത്രമായിരിക്കും ഈ ഒരു കവറേജ് കിട്ടുന്നത്. മെയിൽ പേഴ്സണ് ഈ ഒരു OP കവറേജ് ലഭിക്കുന്നില്ല. നെക്സ്റ്റ് വരുന്നത് ഫ്രീ ഹെൽത്ത് ചെക്കപ്പ് ആണ്. ഇത് എല്ലാ വർഷവും ചെയ്യാം. ക്ലെയിം ഉണ്ടെങ്കിലും ക്ലെയിം ഇല്ലെങ്കിലും എല്ലാ വർഷവും ചെയ്യാനായിട്ട് സാധിക്കും. വുമൻസിനാണ് കുറച്ച് മുൻഗണന എന്ന് പറഞ്ഞല്ലോ, അപ്പൊ ഇതിലും കുറച്ച് മുൻഗണന കൂടുതൽ കൊടുത്തിട്ടുണ്ട്. അതായത് ഫീമെയിൽസ് അവരുടെ ഏജിനനുസരിച്ച്, ഏജ് ബാൻഡ് കൊടുത്തിട്ടുണ്ട്, ഏജിനനുസരിച്ച് അവർക്ക് ആ ഏജില് ഏതൊക്കെ ടെസ്റ്റുകളാണോ ആവശ്യം അതിനുള്ള ടെസ്റ്റുകളും അതിന് ഒരു സ്പെസിഫൈഡ് എമൗണ്ടും ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഞാനത് ഈ സ്ക്രീനിൽ കാണിക്കാം. പക്ഷെ മെയിൽ പേഴ്സണ് 1000 വരെയുള്ള ഒരു 1000 റുപ്പീസ് വരെയുള്ള ഒരു ഹെൽത്ത് ചെക്കപ്പിന് കൊടുത്തിട്ടുണ്ട്. അതിൽ ഏത് ടെസ്റ്റ് വേണോ ചെയ്യാം. ഫീമെയിൽ പേഴ്സണ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട് ഏതൊക്കെ ടെസ്റ്റ് ആണെന്ന്, അത് മാത്രമേ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. നെക്സ്റ്റ് വരുന്ന ഒരു ഓപ്ഷണൽ കവർ ആണ്. വുമൺ കെയർ പോളിസിയിൽ
ക്യാൻസർ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ ലംസം കവറേജ് കിട്ടുന്ന ഒരു ഓപ്ഷണൽ കവർ കൂടെ ഈ ഒരു പ്ലാനിൽ വരുന്നുണ്ട്. ഇത് ഫീമെയിൽ പേഴ്സണ് മാത്രമായിരിക്കും ഈ ഒരു കവറേജ് കിട്ടുന്നത്. 91 ദിവസം തൊട്ട് 65 വയസ്സിലുള്ളവർക്ക് ആയിരിക്കും ഈ ഒരു കവറേജ് ലഭിക്കുന്നത്. 75 വയസ്സിലുള്ളവർക്ക് ഈ ഒരു പോളിസി എടുക്കാമെങ്കിലും 65 വയസ്സിലുള്ളവർക്കായിരിക്കും ഈ ഒരു കവറേജ് ലഭിക്കുന്നത്. പോളിസി എടുത്ത് 180 ദിവസത്തെ ഇനിഷ്യൽ വെയിറ്റിംഗ് പീരീഡ് ഉണ്ടായിരിക്കും. അതിനുശേഷം ക്യാൻസർ ഡയഗ്നോസ് ചെയ്താലായിരിക്കും ഈ ഒരു ലംസം കവറേജ് കിട്ടുന്നത്. സമ്മിഷേർഡ് 1 crore വരെ ഉണ്ടെങ്കിലും നമുക്ക് ഈ ഒരു ലംസം കവറേജ് 25 ലക്ഷം രൂപ വരെ ആയിരിക്കും വരുന്നത്. ഈ ഒരു കവറേജ് ഉണ്ടെങ്കിൽ നമ്മൾ പോളിസി എടുക്കുന്ന ആദ്യത്തെ വർഷത്തിൽ തന്നെ ഈ ഒരു ലംസം കവറേജ് എടുക്കണം. റിന്യൂവലില് നമുക്കിത് ആഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതുപോലെ തന്നെ ലൈഫ് ടൈമിൽ ഒരിക്കൽ മാത്രമായിരിക്കും ഈ ഒരു കവറേജ് ലഭിക്കുന്നത്. ഒരു തവണ ഇതിന്റെ കവറേജ് ലഭിച്ചു കഴിഞ്ഞാൽ നമ്മൾ റിന്യൂ ചെയ്യുന്ന ടൈമിൽ ഈ ഒരു ഓപ്ഷണൽ കവർ നമുക്ക് കിട്ടത്തില്ല. നോർമൽ വുമൺ കെയർ പോളിസിയുടെ കവറേജ് മാത്രമേ വരുള്ളൂ. ഒരിക്കൽ മാത്രമേ ഈ ഒരു കവറേജ് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ഓപ്ഷണൽ കവറിന്റെ ഡീറ്റെയിൽ വരുന്നത്. നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പോളിസിയുടെ വെയിറ്റിംഗ് പീരീഡ് നമുക്ക് നോക്കാം. എല്ലാ പോളിസിയിലും പോലെ തന്നെ പോളിസി എടുക്കുന്ന അന്ന് തൊട്ട് തന്നെ ഇത് ആക്റ്റീവ് ആവും. നെക്സ്റ്റ് ഡേ തൊട്ട് നമുക്ക് ആക്സിഡന്റ് ആയിട്ട് എന്ത് വന്നു കഴിഞ്ഞാൽ, അതായത് അഡ്മിറ്റ് ആവുന്ന എന്ത് കേസ് വന്നു കഴിഞ്ഞാൽ അതിനുള്ള കവറേജ് ലഭിക്കുന്നതായിരിക്കും. ദെൻ പോളിസി എടുത്ത ഫസ്റ്റ് 30 ഡേയ്സ് ഇനിഷ്യൽ വെയിറ്റിംഗ് പീരീഡ് ആണ്. ഒരു 30 ദിവസം കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വരുന്ന അസുഖങ്ങളെല്ലാം നമുക്ക് ക്ലെയിം എടുക്കാനായിട്ട് സാധിക്കും. ദെൻ നമുക്ക് പോളിസി എടുത്ത ആദ്യത്തെ 2 വർഷത്തേക്ക് സ്പെസിഫൈഡ് ഇൽനെസ്സിന് വെയിറ്റിംഗ് പീരീഡ് വരുന്നുണ്ട്. അപ്പോൾ അതിന് ഓൾറെഡി നമ്മൾ അതിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഐകാർഡിലും കൊടുത്തിരിക്കാം. ഇനി ഈ ഒരു പോളിസി നിലവിൽ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ പോളിസി എടുക്കുന്ന മുന്നേ സർജറിയോ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാം തന്നെ നമ്മൾ പോളിസിയിൽ കാണിക്കുക. അതിന് വെയിറ്റിംഗ് പീരീഡ് ഉണ്ടായിരിക്കും. അതിന് 2 വർഷത്തെ വെയിറ്റിംഗ് പീരീഡ് ആയിരിക്കും ഈ ഒരു വുമൺ കെയർ പോളിസിയിൽ വരുന്നത്. അപ്പൊ മറ്റുള്ള പോളിസിയിലൊക്കെ 3-4 വർഷം വെയിറ്റിംഗ് പീരീഡ് വരുമ്പോൾ ഈ ഒരു പോളിസിയിൽ വെറും 2 വർഷത്തെ വെയിറ്റിംഗ് പീരീഡ് മാത്രമേ വരുന്നുള്ളൂ. അതും ഈ ഒരു പോളിസിയുടെ പ്രത്യേകത തന്നെയാണ്. സീനിയർ സിറ്റിസൺസിന് ഒരു കോ പേയ്മെന്റും ഇല്ലാണ്ട് 100% ക്ലെയിം എടുക്കാൻ കഴിയുന്ന ഒരു പോളിസി കൂടെയാണ്. അതുപോലെ യങ്സ്റ്റേഴ്സിന്, ന്യൂലി മാരീഡ് കപ്പിൾസിനൊക്കെ എടുക്കാൻ കഴിയുന്നതാണ്. കാരണം വെറും 1 വർഷത്തെ വെയിറ്റിംഗ് പീരീഡിലാണ് ഡെലിവറി കവറേജ് കിട്ടുന്നത്. ദെൻ ന്യൂ ബോൺ ബേബി കവറേജും ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു പോളിസി എടുക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്റെ നമ്പർ